നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, സാറേ എന്ന് വിളിക്കണം, അല്ലാതെ പേര് വിളിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ നാട്ടിലെ രാജാവാണ്. അല്ലെങ്കിൽ ആ മനുഷ്യനാരെന്നറിയോ? അത് ഈ നാട്ടിലെ രാജാവാണ്. സാറേ എന്ന് തന്നെ വിളിക്കണം, അല്ലാതെ പേര് വിളിക്കാൻ അത് നിന്റെ അച്ഛനല്ല, നിന്റെ ചേട്ടനല്ല, നിന്റെ മടിയിലിരുത്തി പേരിട്ടിട്ടുമില്ല. കേട്ടോ? അയർലൻഡിലെത്തിയ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു മിമിക്രി കലാകാരനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ആ മിമിക്രി കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരുടെയും ഡിറ്റോ വോയിസ്, അതായത് അത് കേട്ടുകൊണ്ടിരുന്നാൽ അത് ഒറിജിനൽ ആളാണോ അതോ മറ്റ് മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രി ആണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അത്ര ഇഴുകിച്ചേർന്ന് വളരെ പെർഫെക്റ്റായി ഓരോരുത്തരുടെയും ശബ്ദം അനുകരിക്കുന്ന ഒരു മിമിക്രി കലാകാരനാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് ഈ രീതിയിൽ മിമിക്രി കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പല രാജ്യങ്ങളിലേക്കും യാത്ര നടത്താറുണ്ട്. അങ്ങനെ അദ്ദേഹം അയർലൻഡിലേക്ക് എത്തുന്നു. അങ്ങനെ അയർലൻഡിലെത്തി നിരവധി കലാകാരന്മാരുടെ, സിനിമാ നടന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ, പിണറായി വിജയൻ്റെ അടക്കമുള്ളവരുടെ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിച്ചു. ആൾക്കാർ പുളകിതരാകുന്നു, കൈയടിക്കുന്നു, ഹർഷാരവം മുഴക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അത്ര കൃത്യമാണ്. അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനും സംവിധായകനുമായ ആ വ്യക്തിയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാട്ട് വരെ പാടുന്ന തരത്തിലേക്ക് പോയി. പിന്നീട് പിണറായി വിജയൻ എന്ന് പറയുന്ന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഈ പറയുന്ന മഹേഷ് കുഞ്ഞുമോൻ അനുകരിച്ചിട്ടുണ്ട്, വേദിയിലും അല്ലാതെയും. അദ്ദേഹത്തിൻ്റെ സ്വന്തമായി യൂട്യൂബ് ചാനൽ വരെയുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ അനുകരിക്കുന്നു. അപ്പോൾ ആ സമയത്തും അദ്ദേഹം പിണറായി വിജയൻ ഈ പൊതുവേദിയിൽ ഈ എഴുതി പ്രസംഗിക്കാത്ത പൊതുവേദിയിൽ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് അണികളെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ പ്രസംഗിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വോയിസിൻ്റെ ഒരു കറക്റ്റ്നെസ് അദ്ദേഹം മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി അതല്ല, എന്തെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ഈ രണ്ട് ശൈലിയും അദ്ദേഹം അവതരിപ്പിച്ച് കൈയടി നേടിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു പരീക്ഷണം എന്നുള്ള നിലയിലാണ് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം അനുകരിക്കാം എന്ന് അയർലൻഡിലെത്തിയ മഹേഷ് കുഞ്ഞുമോൻ ചിന്തിക്കുന്നു. അങ്ങനെ മഹേഷ് കുഞ്ഞുമോൻ അവിടെ വേദിയിലേക്ക് കയറുന്നു. എല്ലാവർക്കും മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ വളരെ ഇഷ്ടമാണ്. അത് ഹാസ്യാനുകരണം എന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മഹേഷ് കുഞ്ഞുമോൻ വേദിയിലേക്ക് എത്തി. അവിടെ ചെന്നതിന് ശേഷം VD സതീശൻ്റെ ചിത്രം പുറകിൽ വീഡിയോ വാളിൽ ഇട്ടിട്ട് വേണം ഈ പറയുന്ന ശബ്ദം അനുകരിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു VD സതീശൻ്റെ ആ ഫയൽ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ മതി എന്ന് അകത്തിരിക്കുന്ന ഏതോ ഒരാൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന രാജാവിനെ ഒരു പൊതുവേദിയിൽ വെച്ച് VD സതീശൻ എന്ന് വിളിച്ചത് വല്ലാതെ പ്രശ്നമായിരുന്നേ. മഹേഷ് കുഞ്ഞുമോനെ പിന്നീട് ഇങ്ങോട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഹാലിളകി. എല്ലാവരും ആകപ്പാടെ പ്രശ്നത്തിലേക്ക് പോയി. എന്താണ് നിങ്ങൾ ഈ വിളിക്കുന്നത്? ഇത് ബഹുമാന്യനായ ശ്രീ VD സതീശനല്ലേ? VD സതീശൻ സാറല്ലേ? VD സതീശൻ സാറിനെ ഇങ്ങനെയൊക്കെ VD സതീശൻ എന്ന് വിളിക്കാൻ പാടുണ്ടോ? എന്ത് തരം സൈബർ അറ്റാക്കാണ് ഈ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന കലാകാരനെതിരെ നടന്നത് എന്ന് നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇങ്ങനെയൊക്കെയാണോ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അസഹിഷ്ണുത. ഇത്രയും അസഹിഷ്ണുതയുള്ള ഒരു ഗ്രൂപ്പ് വേറെ ഇല്ല. VD സതീശൻ എന്താ കൊമ്പുണ്ടോ? നമുക്കറിയാം, ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ VD സതീശൻ എന്ന് വിളിച്ചപ്പോൾ നിന്റെ മടിയിലിരുത്തിയാണോ, അങ്ങനെ എന്തോ, അത് നിന്റെ ചേട്ടനാണോ VD സതീശൻ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വരെ മാധ്യമപ്രവർത്തകരെ പോലും വിലക്കുന്നു. ഇവിടെ നമുക്കറിയാം, മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് പറയണം എന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവിനെ ചൊല്ലി ഇവിടെ എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടായെന്നറിയാമല്ലോ. അതായത് എന്താണ്, ഇത് രാജാക്കന്മാരാണോ? രാജഭരണ കാലഘട്ടം കഴിഞ്ഞു, ഇത് ജനാധിപത്യമാണ്, ഇവരെ ആരെയും കയറി ബഹുമാനപ്പെട്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള രീതിയിൽ വലിയ തോതിലുള്ള ഒരു ചർച്ച ഇവിടുത്തെ ചില മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം കൊണ്ടുവന്ന് മുന്നിലേക്കിട്ടു. കാരണം എന്താണെന്നറിയാവോ? പറഞ്ഞത് പിണറായി വിജയനാണ്. അല്ലെങ്കിൽ ആ സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ളവർക്ക് ഇത് വല്ലാത്ത ഹാലിളക്കമായി തോന്നിയത്. ഇന്നൊരു പാവപ്പെട്ട ഒരു മിമിക്രി കലാകാരൻ അദ്ദേഹം അയർലൻഡിൽ പോയി പറഞ്ഞപ്പോൾ VD സതീശൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഉള്ളിൽ കൊണ്ടു. പണ്ട് നമുക്കറിയാം, എടോ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കൻ എന്ന് പറയാം, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തി, ആ വ്യക്തി പൊതുമധ്യത്തിൽ വെച്ച് എടോ വിജയ, ഏത് ആഭ്യന്തര വാഴ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൽ നടത്തിയപ്പോൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? അതേ ആൾ തന്നെ, അതേ ആഭ്യന്തര വാഴ തന്നെ ഈ പറഞ്ഞ അങ്ങനെ വിളിച്ച ഒരാളെ ഈ സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തിനകത്ത് വിട്ട് കുറേ ഓടിച്ചില്ലേ? ആ കാഴ്ചയെ നമ്മൾ കണ്ടതല്ലേ? അത് രാഷ്ട്രീയമല്ല, അത് തെറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തതായിട്ട് കരുതണ്ട. കാരണം ഈ പറഞ്ഞ വിരുദ്ധൻ കാണിച്ചു കൂട്ടിയ പാപങ്ങൾക്കുള്ള പ്രതിഫലമായി കൊടുത്തതാണ് എന്ന് കരുതുക.
അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോഴൊന്നും ചൊറിയാത്ത എല്ലാവരുടെയും നാക്കിന് എന്ത് പറ്റി ഇപ്പോഴൊരു ചൊറിച്ചിൽ? വി ഡി സതീശൻ സാർ എന്ന് വിളിക്കണോ? അത് വി ഡി സതീശൻ എന്ന് പറയുന്നൊരു നേതാവിനെ വി ഡി സതീശൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? ഇവിടെ 10-40 വർഷമായിട്ട് മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന 2 താരങ്ങളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാ മമ്മൂട്ടിയും മോഹൻലാലും, അല്ലാതെ വേറെ ഒന്നും വിളിക്കുന്നില്ല. അപ്പോൾ വി ഡി സതീശനെ സതീശൻ സാർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ വിളിച്ചാൽ മതി, മറ്റുള്ളവർ വിളിക്കണം എന്ന് പറയാൻ പാടില്ല. പണ്ട് പിന്നെ നമ്മുടെ മാണി സാറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മാണി സാർ സ്വയമേ പറയുന്ന മാണി സാർ എന്നാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ മാണി സാർ എന്ന് വിളിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പുതുപ്പള്ളിക്കാരും കോൺഗ്രസ്സിലുള്ളവരും അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി സാർ എന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ ആരും നിർബന്ധിച്ചിട്ടല്ല ഉമ്മൻചാണ്ടിയെ സാർ ചേർത്ത് വിളിച്ചത്. അത് ബഹുമാനം കൊണ്ട് ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നതാണ്. മാണി സാറ് മറ്റുള്ളവരോട് നിർബന്ധിച്ചില്ല എന്നെ സാറെന്ന് വിളിക്കണമെന്ന്. പക്ഷേ മാണി സാറ് തന്നെ പറഞ്ഞു തുടങ്ങി, അല്ല നിങ്ങൾ ആരും പേടിക്കേണ്ട, മാണി സാറ് നോക്കിക്കോളാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങിയതാണെന്നൊരു കരക്കമ്പിയുണ്ട്. അപ്പം ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു അവസ്ഥ. അവർക്ക് പിന്നെ നമ്മുടെ വി ഡി സതീശനെ വി ഡി സതീശൻ എന്ന് വിളിക്കുന്ന വലിയ പ്രശ്നമാണ്. അതിനി മാധ്യമപ്രവർത്തകരല്ല, ഇനി പിണറായി വിജയൻ വിളിച്ചാലും അവർക്കെതിരെ കല്ലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിന് ബലിയാടായത് ഇപ്പോൾ പാവപ്പെട്ട ഒരു മിമിക്രി കലാകാരനാണ് എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഒരു കാര്യം ചെയ്യുള്ളൂ, നിങ്ങൾക്ക് സാറേ എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. എല്ലാ കോൺഗ്രസ്സുകാരും നിരന്നിരുന്ന് അക്കമിട്ട് വിളിച്ചോളൂ, അല്ല എണ്ണി വി ഡി സതീശൻ സാറേ 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 എന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.